ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു വീക്ക് ഡേ മോർണിംഗ് റുട്ടീനാണ്. ഇന്ന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് ഉണ്ടാക്കണം. ഓഫീസിൽ കൊടുത്തു വിടണം. അപ്പോൾ അതിനൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി അടുപ്പത്തിടുകയാണ്. എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് വേറൊന്നുമില്ല, രാവിലെ എണീറ്റ് എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യുമ്പോഴുള്ള ഒരു വിഷമമാണ് കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരിയെല്ലാം കഴുകി അടുപ്പത്ത് വയ്ക്കുകയാണ്, അരി വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇങ്ങനെ വീക്ക് ഡേയ്സിൽ തലേദിവസം തന്നെ ഞാൻ എല്ലാ പച്ചക്കറിയും നമുക്ക് വേണ്ട എല്ലാം അരിഞ്ഞു വെക്കും. അതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നെന്ന് പറയുന്നത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയോ ഇഡലിയോ ആണെങ്കിൽ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ കറിയായിട്ടും എടുക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം. ഞാൻ ഇന്ന് സാമ്പാറാണ് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു സാമ്പാർ അങ്ങ് വയ്ക്കും. അത് ഞാൻ രാവിലെ എടുക്കും, ഉച്ചയ്ക്കും എടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും പരിപ്പും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കാൻ വെക്കും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പുളി, ഞാനിത് വേവിക്കാൻ വെക്കുമ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പുളി ചെറുതായിട്ടൊരു ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെക്കണം. അരി വെച്ചു. അപ്പോഴാണ് ചായ ഇട്ടില്ലായിരുന്നു. ഞാൻ പാലും ചായക്കുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണം വേവിക്കാൻ വയ്ക്കാം. അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ തോരനാണ്, ബീൻസ് തോരനാണ്. ഇന്ന് ഒരു വെജിറ്റേറിയൻ ലഞ്ചാണ്. സാമ്പാറും തോരനും അച്ചാറും ഒക്കെ ഉള്ളൂ. പിന്നെ പപ്പടം, ഞാൻ പപ്പടം കൊടുത്തു വിടത്തില്ല. ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പപ്പടം ഞാൻ കാച്ചത്തുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് തണുത്തു പോകും. അതുകൊണ്ട് പപ്പടം കൊടുത്തു വിടുന്നില്ല. ബീൻസിന് വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് തേങ്ങയും ചേർത്ത് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അങ്ങ് പുരട്ടി കടുവറുത്തെടുക്കും. അത്രേ ഉള്ളൂ ബീൻസ് തോരൻ. ഞാൻ ഇഡ്ഡലിയാണ് എടുക്കുന്നത്, ശ്രീരി ദോശ. ഞാൻ ഇങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് നേരത്തെ വിശക്കും ശ്രീഹരിയെക്കാട്ടിലും. ഞാനാണ് ഫസ്റ്റ് കഴിക്കുന്നത്. ഞാനിതെല്ലാം വെച്ചിട്ട് ഞാനങ്ങ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ശ്രീഹരിയുടെ ദോശ ചുടാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്തു, എനിക്കുള്ള ഇഡ്ഡലി ഞാൻ ആദ്യം അങ്ങ് വെക്കുകയാണ്. ഞാൻ ഇതിൽ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി മാവ് ഒഴിച്ച് ഞാൻ ഇഡ്ഡലിക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തോരന് വേണ്ടിയിട്ട് കടുക് വറുത്തിട്ട് ജസ്റ്റ് അതിട്ട് ഇളക്കി അങ്ങ് വെക്കും. നമ്മുടെ ബീൻസും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് വെക്കും. അതാകുമ്പോൾ എളുപ്പം നമുക്ക് റെഡിയാകും. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്താലേ വേഗം ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒത്തിരി അങ്ങ് ആർഭാടമാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് തീരത്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഇത് നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ സാമ്പാറിന് ഞാൻ സാമ്പാർ പൊടിയായിട്ട് ചേർക്കാറില്ല. ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കായവും പിന്നെ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇതിനകത്ത്. പക്ഷേ ഉലുവാപ്പൊടി എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഉലുവ കടു വറുത്താണ് ചേർക്കുന്നത്. ആ പൊടികളുടെ കൂട്ടത്തിൽ ഉലുവാപ്പൊടിയും കൂടെ ചേർത്താൽ നല്ലതാണ് സാമ്പാറിന്. ഞാൻ ആ പൊടി ഒന്ന് ചൂടാക്കി വെച്ചിട്ട് ഈ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. അല്ല സാമ്പാർ പൊടിയായിട്ട് പൊടിച്ച് വെക്കുക, അല്ലെങ്കിൽ മേടിക്കുന്ന സാമ്പാർ പൊടിയോ ഉപയോഗിക്കാറില്ല. സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്തു. എന്നിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്തു. തോരനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പുളി വെള്ളത്തിലിട്ടത് അരിപ്പയിൽ കൂടെ അരിച്ച് ആവശ്യത്തിന് പുളി വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് പാകത്തിന് ചേർക്കുക. കടുകും ഉലുവയും ഒക്കെ കൂടെ, കടുകും ഉലുവയും മുളകും കറിവേപ്പിലയും കൂടെ അങ്ങ് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡി. ജീരകം ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാൻ ചേർക്കാറില്ല. സാമ്പാറും ജീരകം എന്തോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജീരകം ഞാൻ കടുക് വറുക്കാറില്ല. ഉലുവയാണ് അതിന് പകരം കടുക് വറുക്കുന്നത്. പകരമല്ല, ഉലുവ മാത്രമേ, കടുകും ഉലുവയും മുളകും മാത്രമേ കടുക് വറുക്കത്തുള്ളൂ. തോരനും റെഡിയായി, സാമ്പാറും റെഡിയായി. അതിനിടയ്ക്ക് ഞാൻ ഇഡ്ഡലി പോയി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ദോശയും ചുട്ടു. പിന്നെ ബാക്കിയുള്ള സാമ്പാർ ഞാനെടുത്ത് പകർത്തി മാറ്റി വെക്കുന്നുണ്ട്.
പിന്നെ ഞാൻ ചോറും പാക്ക് ചെയ്തു. ചോറും ബീൻസ് തോരനും കുറച്ച് വെളുത്തുള്ളി അച്ചാറും പിന്നെ അത് സാമ്പാറാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.